ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് പ്ലസ് ഫ്രണ്ട്സ് മീറ്റപ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ എസ് ഭാരത് ബത്തേരിയുള്ള എസ് ഭാരതിലോട്ടാണ് കേട്ടോ പോയത്. വയനാട്ടുകാർക്ക് എന്നും ഒരു വികാരം തന്നെയാണ് എസ് ഭാരത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എനിക്കറിയായിരുന്നു അവിടെ ഫുൾ അതിൻ്റേതായ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിരുന്നു, കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ. പുറത്ത് നമുക്ക് ഇങ്ങനെയാണ് ഒരു കാഴ്ച നമ്മളെ വരവേൽക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് അമ്മയ്ക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ 2 നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. 2 3 നോക്കി ലാസ്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഏതാ എടുത്തിട്ടുണ്ടാവുക കേട്ടോ. അമ്മയ്ക്ക് ഏതാ 2 ടോപ്പിൽ ചേരുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എൻ്റെ സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അനിയനുള്ള ടീഷർട്ട് നോക്കലാണ്. അത് നമ്മൾ അമ്മയ്ക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ അവന് വേണ്ടി ചിലവഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 കൂടെയാണ് ഫ്രണ്ട്സ് മീറ്റപ്പിന് വേണ്ടി പോകുന്നത് കേട്ടോ. മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ 10 പഠിച്ച 2-3 പേരുണ്ട്. 2-3 അല്ല 5 പേരുണ്ട്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ 3 പേരാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരൊന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ബത്തേരിയുള്ള മിൻറ്റ് മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാളിലോട്ട് വന്നേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ലല്ലോ, നമ്മുടെ ചിക്കനെയും കൂടെ എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചിക്കുവിനെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സാൻറ്റേനെയും മാനിനെയും ഒക്കെ കണ്ടപ്പോൾ ചിക്കുവിന് പേടിയായിട്ട് അവൻ എൻ്റെ തോളിൽ തന്നെ ഇരുന്നു. അവനെ കൊണ്ടേ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും അവൻ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ചിക്കുവിന് ചായയും, ചിക്കുവിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ചായയും അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മളവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്തു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് എല്ലാവരും കൂടിയ നല്ല സെറ്റ് വൈബാണ് കേട്ടോ. നമ്മൾ എത്ര പേര് അങ്ങനെ 10th തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെയല്ലേ. ഞങ്ങൾ 5 പേര് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷേ എല്ലാ 5 പേരെയും നമുക്ക് എപ്പോഴും കിട്ടാറില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഇനി പരിചയപ്പെടുത്തില്ല എന്ന് പറയേണ്ടത്, ഇത് ആദിത്യ, ഇത് അജിത്ത് കേട്ടോ. അപ്പോൾ ഇവർ ട്വിൻസാണ്. അപ്പോൾ ഒരുത്തൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കാണാത്തത്. അപ്പോൾ ഇവനാണ് മൂത്ത ആൾ. അപ്പോൾ ഇവൻ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ ഫുഡ് കഴിക്കുന്നില്ല എന്നുകൊണ്ട് ഞങ്ങൾ 2 പേരാണ് ഫുഡ് കഴിക്കാൻ തന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചിക്കുവിനെ മാറി ഓരോരുത്തർ എടുക്കുകയായിരുന്നു. പിന്നെ അവളുടെ അടുത്തുനിന്ന് അവൻ വരുന്നുണ്ടായിരുന്നില്ല. അവളെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കണ്ടിട്ട് മതിയായില്ല. പിന്നെ എല്ലാവർക്കും ഓരോ തിരക്കും, പിന്നെ മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിട്ടോ. അങ്ങനെ മാളിനോടും ടാറ്റ പറഞ്ഞു. മാളിനോട് മാത്രമല്ല ഇവർ 2 പേരോടും ടാറ്റ പറഞ്ഞു. പിന്നെ ഒരു ദിവസം കാണാം എന്നുള്ളൊരു രീതിക്ക് നമ്മൾ അവിടെ നിന്ന് പിരിയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ 10th പഠിച്ച വേറൊരു ഫ്രണ്ടിനെയും കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ അവളുടെ പേര് എന്ന് പറഞ്ഞാൽ അതുല്യ എന്നാണ്. അവളും ചിക്കുവിനെ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ വീഡിയോസിലൂടെ അങ്ങനെയൊക്കെ അവൾ കണ്ടിട്ടുണ്ട് കേട്ടോ. വേഗം അവിടെ നിന്ന് മഴയൊക്കെ വരില്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം മാളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും അത്രയ്ക്കൊരു ആവാത്തതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ നന്നായി കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോസൊക്കെ ഫുൾ ബ്ലറായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം മാളിൻ്റെ ആ ഒരു ഭംഗിയല്ല, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വേറെ വീഡിയോസ് ഇല്ലല്ലോ മാൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിഞ്ഞിട്ട് നമ്മൾ നേരെ ക്രിയേറ്റേഴ്സ് കോർണർ എന്ന് പറഞ്ഞ ഫാൻസിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ നെയ്ബർ കൂടെയാണ് കേട്ടോ അവരാണ് ഇത് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്മസും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത് ബത്തേരി കീർത്തി ടവറിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇത് ഫാൻസി ഷോപ്പ് മാത്രമല്ല, ബൊക്കെ, ഗിഫ്റ്റ് ഹാമ്പർ, ഹോം മെയ്ഡ് കേക്ക്സ്, മെഹന്തി ഡിസൈൻ, സാരി ഡ്രേപ്പിംഗ്, സ്റ്റേജ് ആൻഡ് കാർ ഡെക്കർ, ഇങ്ങനെ ഒട്ടനവധി വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ബാപ്റ്റിസം വർക്കുകളും അങ്ങനെ കുറേ വർക്ക്. അവർക്ക് അതിൻ്റേതായ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ അടിപൊളി കളക്ഷൻസ് ആണ് കമ്മലിൻ്റെ. പിന്നെ കമ്മലൊക്കെ കണ്ടാൽ എവിടെയാണെങ്കിലും അത് ഞാനൊന്ന് തിരിക്കാതെ അതൊന്നും കറക്കാതെ ഞാൻ വിടാറില്ല. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ബീഡ്സും അതിൻ്റെ സ്റ്റോൺസും അതിൻ്റെ ആ ലൈസും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് പോയി കഴിഞ്ഞാൽ ഫാൻസി സ്റ്റോറായിട്ട് മാത്രം നമുക്കതിന് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ.
അവരുടെ വർക്കുകളൊക്കെ ക്രിയേറ്റേഴ്സ് കോർണർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ വർക്കുകളൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം ഒരു സ്റ്റാർട്ടിങ് ആണിപ്പോൾ, ഒരു സ്റ്റാർട്ടിങ് ജേണിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ വേഗം വീട്ടിലോട്ട് എത്തുമ്പോൾ തന്നെ നല്ല മഴക്കാറില്ലായിരുന്നു, നല്ല മഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.